ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 കഴിഞ്ഞ് +2 കാലെടുത്ത് വെച്ച വിദ്യാർത്ഥികളെ, നിങ്ങളിപ്പോൾ കാണുന്നത് +1 ചാനലിലാണെങ്കിലും നിങ്ങൾക്കൊരു +2 ചാനലുണ്ട്. ഇനിയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ +2 ചാനലിലൂടെ ആയിരിക്കും അറിയിക്കുക. ആ ചാനലിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, കാര്യം പഠിച്ചോനെ ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വരുന്ന +1 റിസൾട്ട് ജൂൺ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുന്ന +1 റിസൾട്ടിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താണെങ്കിലും ശരി, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഡബിൾ പാസ് നിങ്ങൾക്ക് ഈ +1 നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ +2 അത് നേടുന്നത് വലിയ 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 പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനയിൽ +1 ഡബിൾ പാസ് ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊരല്പം കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. ഓൾറെഡി +1 തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആക്കിപ്പോയി മാർച്ച് എക്സാമിൽ പരീക്ഷ എഴുതിയതാണ്. നിങ്ങൾ പോലും മനസ്സുകൊണ്ട് കാത്തിരിക്കുന്നത് ഒരു 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അടുത്ത 2026 എഴുതാൻ പറ്റുമല്ലോ എന്ന ഒരു ആശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും ആലോചിക്കേണ്ടത്, ആ മാർച്ച് മാസം നിങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ. ഫോർ എക്സാമ്പിൾ, നാളെ രാവിലെ നിങ്ങൾക്ക് +2 കെമിസ്ട്രി പരീക്ഷയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം +1 കെമിസ്ട്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ത് പണി? +1 ഡബിൾ പാസ് നേടിയിട്ടില്ലെങ്കിൽ മിനിമം ഡബിൾ പാസ് മാർക്കെങ്കിലും നേടാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ കഷ്ടപ്പെടേണ്ടിയിരുന്നത്. അത് കിട്ടിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി എന്താണ് ഡബിൾ പാസ് എന്നറിയുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ +2 സയൻസ് എടുത്ത് പഠിച്ചുകൊണ്ട് മുന്നേറുകയാണ്. നിങ്ങൾ ട്യൂഷന് പോകുന്നവരുണ്ടാകും, ഓൺലൈൻ ട്യൂഷനിൽ പോയി ജോയിൻ ചെയ്തിട്ട് ക്ലാസ് കാണുന്നവരുണ്ടാകും, വെറുതെ ഇരിക്കുന്നവരുണ്ടാകും, പേരിന് +2 എത്തിയ ആൾക്കാരുണ്ടാകും. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് നല്ല ക്ലാസ് വേണം, നല്ല മെൻറ്റർഷിപ്പ് വേണം, നല്ല ഗൈഡൻസ് വേണം. അതിൻ്റെ കൂടെ നല്ലൊരു ഗൈഡും വേണ്ടേ? നല്ലൊരു ബുക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട്. +1 ഫിസിക്സ്, എനിക്കിപ്പോൾ ഫിസിക്സ് പഠിക്കണം, എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. എനിക്കിപ്പോൾ കെമിസ്ട്രി പഠിക്കണം, എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്. ബയോളജി പഠിക്കണം, മാത്സ് പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. എന്തൊക്കെയുണ്ട്? എനിക്ക് ചാപ്റ്റർ വൈസ് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ആ ചാപ്റ്ററിൻ്റെ A to Z ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ആ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ആ ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് ചെയ്ത് നോക്കിയതിന് ശേഷം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് അതിൻ്റെ ആൻസർ കീ കയ്യിലുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരല്പം 10-15 എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ കൊള്ളാം, അതും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള ചിന്തയുണ്ടാകും, മാർക്ക് വാങ്ങണമെന്നുള്ള ചിന്തയുണ്ടാകും. സോ നോട്ട്സുകൾക്ക് അല്ലെങ്കിൽ ഗൈഡുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ +1 +2 വലിയ സ്ഥാനമുണ്ട്. ആ ഗൈഡ് MS സൊല്യൂഷൻസിൻ്റെ ഗൈഡാണെങ്കിലോ തീർച്ചയായിട്ടും താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇപ്പം 1450 രൂപയ്ക്ക് ഗൈഡ് അവൈലബിൾ ആണ് കേട്ടോ. 1450 രൂപയ്ക്ക് ഗൈഡ് അവൈലബിൾ ആണ്. നമ്മുടെ ഷുവർ A+ ബുക്ക് മോഡ്യൂൾ ബുക്കാണ്. 1650 രൂപയുടെ ബുക്കാണ്. ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 1450 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. വാങ്ങാൻ മറക്കല്ലേ. ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, 8075125031 8075125031. ഓക്കെ, സോ ഡബിൾ പാസിലേക്ക് വരികയാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. യെസ്, കെമിസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റിനെയാണ് ഞാനിവിടെ എക്സാമ്പിൾ ആക്കി കൊടുത്തിരിക്കുന്നത്. കെമിസ്ട്രിയിൽ +1 +2 ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് CE + TE ആണെന്നറിയാലോ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്ലസ് ടെർമിനൽ ഇവാലുവേഷൻ ആണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. CE മാർക്ക് 20 ആണെന്നും TE 60 ആണെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 80 മാർക്ക് സ്കോർ ചെയ്യണം. അല്ലെ, 80 മാർക്കാണ് ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. ഈ 80 ചില ആൾക്കാർ പറയും, സാറേ ഈ 80 നമുക്ക് ഈ ഒരു 80 18 മാർക്ക് കിട്ടിയാൽ പോരെ, 80 18 മാർക്ക് കിട്ടിയാൽ പോരെ പാസ് മാർക്കിന് എന്ന് ചോദിക്കാറുണ്ട്. അത് തെറ്റാണ്. നിങ്ങളുടെ TE മാർക്കായ 60 18 മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. +1 ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും 60 മാർക്കാണ്. ഇനി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ CE 20 കൂട്ടി 100 മാർക്കാണല്ലോ ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ 80 മാർക്കിൻ്റെ TE ആണ് ടോട്ടൽ വരുന്നതെങ്കിൽ അതിൽ 24 മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ 60 18 മാർക്ക് നേടണം. അല്ലാതെ CE മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് 80 മാർക്കിൽ എന്ത് കിട്ടിയാൽ പോരാ,
18 മാർക്ക് കിട്ടിയാൽ പോരാ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിൽ കെമിസ്ട്രിയിൽ ഒരു കുട്ടിക്ക് 15 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ആ കുട്ടി പാസ്സായോ? ഇല്ല, 3 മാർക്ക് കൂടി കിട്ടണം. പക്ഷേ ആ കുട്ടിക്ക് എന്തുണ്ട്? സി മാർക്ക് 20 ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് എത്ര കൂട്ടുക? ഈ 15 ഉണ്ട്, സി മാർക്ക് 20 ഉണ്ട്. അപ്പോൾ എത്രയായി? 35 മാർക്കായി, ടോട്ടൽ 80 മാർക്ക്. അപ്പോൾ എനിക്ക് 18നേക്കാൾ കൂടുതൽ കിട്ടില്ലേ, ഞാൻ ജയിച്ചില്ലെന്ന് തോന്നിയേക്കാം. അത് തെറ്റാണ്. നിങ്ങൾക്ക് 60-ൽ 18 മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ? പാസ്സാവുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ച്, ഇനി വീണ്ടും കാര്യത്തിലേക്ക് വരാം. അങ്ങനെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 18 മാർക്കാണ്. ഓക്കെ, എത്രയിൽ? 60 മാർക്കിൽ 18 മാർക്ക്. ആ മാർച്ചിലെ പരീക്ഷ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 60 മാർക്കിലാണ് ടോട്ടൽ മാർക്ക്. അതിൽ 18 മാർക്ക് കിട്ടിയാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡബിൾ പാസ് എന്ന് പറയുന്നത് എന്താ? ആ 18ൻ്റെ ഡബിൾ എത്രയാടാ? 18 × 2 36 മാർക്കാണ്. സോ +1-ലെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് നേടിയാൽ നിങ്ങൾ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഡബിൾ പാസ് മാർക്ക് വാങ്ങി എന്ന് പറയാം. ഇതുകൊണ്ട് എന്താ നേട്ടം? ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് +2-ൻ്റെ പാസ് മാർക്കും 18 അല്ലേ ഉണ്ടാവുക? 60-ൽ 18 തന്നെയല്ലേ ഉണ്ടാവുക? യെസ്. അങ്ങനെയാണെങ്കിൽ +1-ലും 18, +2-ലും 18. അപ്പോൾ ടോട്ടൽ പാസ് മാർക്ക് ശരിക്കും എത്രയാ? 36. ഈ 36 മാർക്ക് നിങ്ങൾ എവിടെ വാങ്ങി? +1-ൽ വാങ്ങി. സോ +1-ൽ നിങ്ങൾക്ക് 60-ൽ 36 ഉണ്ട്. എന്നാൽ +2-ൽ നിങ്ങൾക്ക് 0 മാർക്കേ ഉള്ളൂ. നിങ്ങൾക്ക് +2-ൽ മഞ്ഞപ്പിത്തം വന്നെന്ന് കൂട്ടിക്കോ, നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോൾ 0 മാർക്കല്ലേ ഉണ്ടാവുക. പക്ഷേ +1-ൽ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 36 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ +1 +2-ൽ എന്തായിരിക്കും? ടോട്ടൽ ഔട്ട് എന്ന് പറയുന്നത് പാസ്സായിരിക്കും. +2-ൽ 0 മാർക്ക് നേടി. എങ്ങനെയാ സാറേ ഞാൻ പാസ്സായത്? +1-ൽ 60-ൽ 36 മാർക്ക് നേടി. അതായത് ഡബിൾ പാസ് നേടി. +1-ൽ ജയിക്കേണ്ട 18-നെയും +2-ൽ ജയിക്കേണ്ട 18-നെയും കൂട്ടിയിട്ട് 36 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു. ഓക്കെ ആണല്ലോ? ഒരു ബി ഗ്രേഡ് ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. സോ ഈ പാസ് മാർക്ക് നിങ്ങൾക്ക് +1-ൽ കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാ സാറേ പണി കിട്ടുക? നിങ്ങൾ തമ്പനിയിൽ വെറുതെ അട്രാക്റ്റീവായി കാണിച്ചതല്ലേ? അല്ല, ക്ലിക്ക് ബൈറ്റ് തമ്പനിയിലല്ല. കാരണം എടാ +1-ൽ നിങ്ങൾക്ക് 60-ൽ 36 മാർക്ക് കിട്ടാതെ നിങ്ങളിപ്പോൾ ഒരു 30 മാർക്ക് കിട്ടിയെന്ന് കൂട്ടിക്കോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, +2 പരീക്ഷ എന്ന് പറയുന്നത് ഒരല്പം കടുപ്പമേറിയതായിരിക്കും. ഈ വർഷം നിങ്ങൾ +2 കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചോ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ഏതാണെന്നുള്ളത്? കെമിസ്ട്രിയാണ്. എന്നാൽ ചില കുട്ടികൾക്ക് 2 സബ്ജക്റ്റോളം എന്ത് ചെയ്യാണ്ട് മിനിമം ടഫ് ഉണ്ട്. ചിലർക്ക് 4 ടഫാണ്. കാര്യം പല ക്വസ്റ്റ്യൻസും അവർ കണ്ടിട്ടില്ല. പ്രാക്ടീസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങിപ്പോയി. ഒരു എക്സ്പെക്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകളെയോ അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിലേക്കോ കൂടുതൽ ഊന്നൽ നൽകാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കൂടിയുണ്ട്? പ്രാക്ടിക്കലും കൂടിയുണ്ട്. എല്ലാ സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ ഉണ്ട്. ഈ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾ റഫ് റെക്കോർഡ് എന്ത് ചെയ്യണം? ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വേണം? ആദ്യം നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ എഴുതി വരും, ടീച്ചർ നോക്കും, സൈൻ ചെയ്യും, എന്നിട്ട് ലാബിൽ കയറി നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യും. അതിൻ്റെ ഔട്ട് റിസൾട്ട് നിങ്ങൾ കാണിക്കുന്നു, നിങ്ങൾക്ക് സൈൻ കിട്ടുന്നു. തൊട്ടടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫെയർ റെക്കോർഡിലേക്ക് ഇത് മാറ്റി എഴുതുന്നു, വൃത്തിയാക്കി മാറ്റി എഴുതുന്നു. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് 10-20ഓളം എന്തുണ്ട്? ഓരോ സബ്ജക്റ്റിനും പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ട്. സോ +2-ൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന് പോകണം. പ്രാക്ടിക്കൽസിന് അതിനിടയിൽ കുറേ അസൈൻമെൻറ്റുകൾ ടീച്ചേഴ്സ് തരും. നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. ഇതിനിടയിൽ ഓണം വരുന്നുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്, പരീക്ഷകൾ വരുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ +2 എന്ന് പറയുന്നത് സ്കൂൾ ജീവിതത്തിലെ അവസാന വർഷം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ വരും. അതുകൊണ്ട് +2-നെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണേണ്ടി വരും. അങ്ങനെ സീരിയസ് ആയി കാണുന്ന കുട്ടിക്ക് +2-ൽ തന്നെ ഒരു 36 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഘടകമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ +1 പരീക്ഷയിൽ ഡബിൾ പാസ് കിട്ടിയാൽ നിങ്ങൾക്ക് അത്രയും മിനിമം ഒരു സേഫ് സോണിലാണ് എന്ന് പറയാം. അതുകൊണ്ട് +1-ന് ഡബിൾ പാസ് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ +2-ൽ ഒരു ഇരട്ടി പണിയെടുക്കണം. കാര്യം +2-ൽ കിട്ടാനുള്ള 18 മാർക്കിൻ്റെ കൂടെ +1-ലേക്കുള്ള ഒരു 6 മാർക്കില്ലേ, ജയിക്കാനുള്ള 6, ആ 6ഉം കൂടി നിങ്ങൾ നേടുന്നത് നല്ലതായിരിക്കും. 24 മാർക്ക് ഒക്കെ സിമ്പിളാണ്. ഇതിവിടെ ഈ ഒരു കണക്കോട് ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. +1-ൽ നിങ്ങൾക്ക് 60-ൽ 30 ആയിപ്പോയാൽ ഒരു 6 മാർക്ക് കുറഞ്ഞു എന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ 6 മാർക്ക് +2-ൽ ഉണ്ടാക്കാൻ നല്ലൊരു പണിയാണ്.
+1 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടിയേക്കാം. പക്ഷേ +2 ഓർഗാനിക് കെമിസ്ട്രി 5 ചാപ്റ്റർ കാണാതെ പോയി പഠിച്ച് അതിലുള്ള ഏതെങ്കിലും ഒരു റിയാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ആ റിയാക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ എന്നെ പുറത്തേക്ക് ഇറങ്ങി പറയും, ഓൺലൈനിൽ പറഞ്ഞതും വന്നില്ല, ഓഫ്ലൈൻ ടീച്ചർ പഠിപ്പിച്ചും വന്നില്ല, ട്യൂഷനിൽ പഠിപ്പിച്ചും വന്നില്ല, എന്നെ പഠിപ്പിച്ച് ടെക്സ്റ്റ് ബുക്കിലേ ഈ സാധനം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ എത്തിയേക്കാം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് +2 ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. +2 ഓരോ മാസത്തിലും എനിക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വരാനുണ്ട്, ആ പ്രതിസന്ധികൾക്കനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതെന്തായാലും വർക്കൗട്ട് ആവില്ല, പക്ഷെ അതിൻ്റെ ഒരു 20% വർക്കൗട്ട് ആയാൽ അതൊരു 60% എഫക്റ്റ് നിങ്ങൾക്ക് തരും എന്ന് മാത്രം ഈ അവസരത്തിൽ MS സൊല്യൂഷൻ പറയുകയാണ്. കൂടുതൽ വിവരങ്ങളും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്ലാസ്സുമായിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാത്തിരിക്കുക, പാട്ടും പാടി പഠിക്കാം. ഓക്കെ, സോ +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. +2 ഷുവർ എ പ്ലസ് ബുക്ക് വാങ്ങാനും മറക്കല്ലേ. ഷുവർ എ പ്ലസ് ബുക്കിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. 1450 രൂപയുടെ ബുക്ക് ഉടൻ തന്നെ കയ്യിലേക്ക് എത്തിക്കുക കേട്ടോ. എന്നിട്ട് ഉഷാറായിട്ട് പഠിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.